വാർത്തകളിലേക്ക് വിശദമായി. ലൈഫ് മിഷൻ കോഴ കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യൽ 3 മണിക്കൂർ പിന്നിടുകയാണ്. 9:30യോടെയാണ് CM രവീന്ദ്രൻ ഇഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരായത്. സ്വപ്ന സുരേഷിന്റെ മൊഴിയും ശിവശങ്കറിന്റെ ചാറ്റ് സന്ദേശങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ CM രവീന്ദ്രൻ വ്യക്തത വരുത്തേണ്ടിവരും. CM രവീന്ദ്രനോട് ഫെബ്രുവരി 27 ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഔദ്യോഗിക തിരക്കുകൾ ചൂണ്ടിക്കാട്ടി എത്താനാകില്ല എന്ന് അറിയിക്കുകയായിരുന്നു. സുവി വിശ്വനാഥൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്. സുവി, 9:30യോടുകൂടിയാണ് CM രവീന്ദ്രൻ കൊച്ചിയിലെ ഇഡി ഓഫീസിലെത്തിയത്. 10 മണിയോടുകൂടി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ഇപ്പോൾ ചോദ്യം ചെയ്യൽ 3 മണിക്കൂർ പിന്നിടുന്നു. ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് മിഷൻ കോഴ ഇടപാട് കേസിലാണ് CM രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ ഒരു വട്ടം ഇദ്ദേഹത്തെ വിളിപ്പിച്ചുവെങ്കിലും അന്ന് നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായതിനാൽ എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് മറ്റൊരു ദിവസം നൽകണം എന്നായിരുന്നു അദ്ദേഹം ഇഡിയെ അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് നിയമസഭാ സമ്മേളനം നടക്കാത്ത ഒരു ദിവസം തന്നെ CM രവീന്ദ്രനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഈ കേസിൽ CM രവീന്ദ്രനെതിരെ കൂടുതൽ തെളിവുകളുണ്ട് എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഹാജരായില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങാം എന്നൊരു നിയമോപദേശവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരുന്നു. ഏതായാലും സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെയും ശിവശങ്കരൻ, മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരന്റെ ഉൾപ്പെടെയുള്ള വാട്സപ്പ് ചാറ്റുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ CM രവീന്ദ്രനെ ഇപ്പോൾ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. ഏതായാലും റെഡ് ക്രസന്റ് നൽകിയ 19 കോടി രൂപയിൽ 4.50 കോടി രൂപയാണ് കോഴ ഇനത്തിൽ കമ്മീഷനായി ലഭിച്ച കോഴപ്പണം. അതിൽ 1 കോടിയോളം രൂപ ശിവശങ്കറിന് ലഭിച്ചു എന്നാണ് അറിയുന്നത്. ബാക്കി കോഴപ്പണം എവിടേക്ക് പോയി? CM രവീന്ദ്രന് എന്തെങ്കിലും വിഹിതം ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടോ? മറ്റാർക്കൊക്കെയാണ് ഇത് വിതരണം ചെയ്തത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് CM രവീന്ദ്രൻ വ്യക്തത വരുത്തേണ്ടി വരിക. ഒപ്പം ക്ലിഫ് ഹൗസിൽ നടന്ന ചർച്ചയിൽ CM രവീന്ദ്രന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാം. അദ്ദേഹം ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു എന്നാണ് സ്വപ്ന സുരേഷിന്റെ മൊഴിയുള്ളത്. അതെല്ലാം തന്നെ സ്വാഭാവികമായും വിശദീകരിക്കേണ്ടി വരും. നമുക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചോദ്യം ചെയ്യൽ വരും ദിവസങ്ങളിൽ, അതായത് 2-3 ദിവസത്തേക്ക് ചോദ്യം ചെയ്യൽ ഉണ്ടായിരിക്കും എന്നാണ് അറിയുന്നത്. ഏതെങ്കിലും തരത്തിൽ നിസ്സഹകരണം CM രവീന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഒരു കടുത്ത നടപടിയിലേക്ക് കടക്കാൻ ഇഡി മടിക്കില്ല എന്നൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. ഏതായാലും CM രവീന്ദ്രന്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ 3 മണിക്കൂറുകളായി കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ആസ്ഥാനത്ത് തുടരുകയാണ്. രഞ്ജിനി, തീർച്ചയായും സുവി വിശ്വനാഥനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. CM രവീന്ദ്രന്റെ ചോദ്യം ചെയ്യൽ കൊച്ചി ഇഡി ഓഫീസിൽ പുരോഗമിക്കുകയാണ്. 9:30യോടുകൂടിയാണ് CM രവീന്ദ്രൻ ഓഫീസിലെത്തിയത്. 10 മണിയോടുകൂടി ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നു. 3 മണിക്കൂർ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പിന്നിട്ടിരിക്കുന്നു. സുവിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കൊച്ചിക്കാരുടെ അവസ്ഥ ഗ്യാസ് ചേമ്പറിലകപ്പെട്ട പോലെയാണെന്നും കോടതി വിമർശിച്ചു. ഇതിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കോർപ്പറേഷൻ സെക്രട്ടറി അല്പസമയത്തിനകം നേരിട്ട് ഹാജരാകണം. ആവശ്യമെങ്കിൽ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയെയും വിളിപ്പിക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ഡാനി ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഡാനി, എന്തായാലും കുറച്ച് ദിവസങ്ങളായി കൊച്ചി ഇതിന്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനമുണ്ടാകുന്നു. ഗ്യാസ് ചേമ്പറിലകപ്പെട്ട അവസ്ഥയെന്നും ഹൈക്കോടതി പറഞ്ഞുവെക്കുന്ന സാഹചര്യമുണ്ട്. എന്താണ് കോടതിയിൽ സംഭവിച്ചത്? കോടതി നിരീക്ഷണങ്ങൾ എങ്ങനെയാണ്? ഇനി നിലവിലെ ഒരു സാഹചര്യങ്ങൾ അത് അതിതീവ്രമാകുന്നു എന്നത് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇതിൽ കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചീഫ് ജസ്റ്റിസിനെ കത്തയച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാവുകയും ഡിവിഷൻ ബെഞ്ച് ഈ കേസ് ഏറ്റെടുക്കുകയും ഇതിന്റെ വിശദാംശങ്ങൾ തേടുകയും ചെയ്തത്. ഇതിൽ കൂടുതൽ വിശദീകരണത്തിന് കോർപ്പറേഷൻ സെക്രട്ടറിയോട് ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:45 ശേഷം ഇവിടേക്ക് നേരിട്ട് എത്തണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിലുള്ള സാഹചര്യങ്ങൾ വിശദീകരിക്കുക എന്നത് സംബന്ധിയാണ് കൂടുതലായിട്ട് സെക്രട്ടറിയിൽ നിന്ന് തേടുക. ഈ നിലവിലെ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ ഒരു ഗ്യാസ് ചേമ്പറിന് സമാനമായ രീതിയിലാണ് എന്നതടക്കമാണ് കോടതി നേരത്തെ വിമർശനം ഉന്നയിച്ചത്. കൊച്ചിക്കാരുടെ അവസ്ഥ ഗ്യാസ് ചേമ്പറിൽ പെട്ടതുപോലെയാണെന്നാണ് വാക്കാൽ പരാമർശമുണ്ടായത്. ഇത് തീപിടുത്തത്തിന് കാരണക്കാരായി ഉണ്ടായിരുന്നെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നത് അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടപടികൾ കാര്യക്ഷമമല്ലെങ്കിൽ വേണ്ടിവന്നാൽ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി കോടതി വിളിപ്പിക്കുമെന്നും ഇവിടേക്ക് വിളിപ്പിച്ച് വരുത്തുമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ അനുഭവപ്പെട്ടത് അതിരൂക്ഷമായ പുകയാണ് എല്ലാമാണ് അനുഭവപ്പെടുന്നതെന്ന് ജസ്റ്റിസ്
തന്നെ വാക്കാൽ പരാമർശിക്കപ്പെടുകയുണ്ടായി. അതോടൊപ്പം ബ്രഹ്മപുരം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കേസുകളും ഈ കേസിനൊപ്പം തന്നെ ടാഗ് ചെയ്യാനും കോടതി ചീഫ് ജസ്റ്റിസിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ശരി ഡാനി. തമിഴ്നാട് തേനിയിൽ ചരക്ക് ലോറിയും കാറും കൂട്ടിയിടിച്ച് 2 മലയാളികൾ മരിച്ചു. കോട്ടയം തിരുവാതുക്കൽ സ്വദേശികളായ അക്ഷയ, ജേഷ്, ഗോകുൽ എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് അപകടം നടന്നത്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. അനന്തുവിന്റെ സഹോദരിയെ തമിഴ്നാട്ടിലെ കോളേജിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാനുള്ള യാത്രക്കിടെയാണ് അപകടമുണ്ടായത്. ശമ്പളമടക്കമുള്ള KSRTCയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഗതാഗത മന്ത്രി ആന്റണി രാജു യൂണിയനുകളെ ക്ഷണിച്ചു. പ്രതിപക്ഷ സംഘടനകളെയാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. നാളെ ഉച്ചയ്ക്ക് ശേഷം BMSനെയും 1:30-ക്ക് ശേഷം TTFുമായി മന്ത്രി ചർച്ച നടത്തും. ഇടതനുകൂല സംഘടനയായ CITയുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. വഞ്ചനാ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. അന്വേഷണത്തിൽ ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ലെന്നും അന്വേഷണത്തെ സൈബി എന്തിന് ഭയക്കുന്നുവെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ചോദിച്ചു. അറസ്റ്റിനെ ഭയക്കുന്നുണ്ടെങ്കിൽ മുൻകൂർ ജാമ്യം അടക്കമുള്ള നിയമപരമായ മാർഗങ്ങളാണ് നോക്കേണ്ടതെന്നും കോടതി പരാമർശിച്ചു. കഴിഞ്ഞ ദിവസം ചേരാനെല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത വഞ്ചനാ കേസ് റദ്ദാക്കണമെന്നാണ് സൈബിയുടെ ആവശ്യം. കേസിൽ നിന്നും പിന്മാറാൻ 5 ലക്ഷം രൂപ വാങ്ങി വഞ്ചിച്ചുവെന്നാണ് പരാതി. മൂന്നാറിൽ KSRTC ബസിന് നേരെ വീണ്ടും പടയപ്പയുടെ ആക്രമണം. രാവിലെ നായ്മക്കാടിന് സമീപത്ത് വെച്ചാണ് കാട്ടാന KSRTC ബസിന് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ബസിന്റെ മുൻഭാഗത്തെ ചില്ലുകൾ തകർന്നു. ഏറെ നേരം ബസിന്റെ മുൻപിൽ നിലയുറപ്പിച്ച ശേഷം ആന പിന്നീട് സമീപത്തെ തേയിലത്തോട്ടത്തിലേക്ക് മാറി. ചില്ല് തകർന്നതോടെ KSRTC ഉദുമൽപേട്ടയിലേക്കുള്ള സർവീസ് നിർത്തിവച്ചു. കഴിഞ്ഞ ദിവസവും നൈമക്കാട് എസ്റ്റേറ്റിന് സമീപത്ത് KSRTC ബസിന് നേരെ പടയപ്പയുടെ ആക്രമണമുണ്ടായിരുന്നു. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനികാഭ്യാസം ഫ്രിഞ്ചെക്സ് 2023 തുടക്കം. തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലാണ് കന്നി സംയുക്ത സൈനികാഭ്യാസം. വൈകിട്ട് 5 മണിവരെയാണ് പരിശീലനാഭ്യാസം. നാളെ സംയുക്ത സാങ്കേതിക വിദ്യയുടെയും ആയുധങ്ങളുടെയും പ്രദർശനവുമുണ്ട്. ഇതാദ്യമായാണ് ഇരു രാജ്യങ്ങളും ഒരു കമ്പനി ഗ്രൂപ്പ് അടങ്ങുന്ന സംഘമായ ഫോർമാറ്റിൽ സൈനികാഭ്യാസത്തിൽ ഏർപ്പെടുന്നത്. ഫ്രിഞ്ചെക്സിൽ പങ്കെടുക്കുന്നതിനായി 6 ഓഫീസർമാരും 111 സൈനികരും അടങ്ങുന്ന ഫ്രഞ്ച് സംഘം ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. കോഴിക്കോട് കൊയിലാണ്ടിക്ക് സമീപം സഹയാത്രികനെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തി. സംഭവത്തിൽ തമിഴ്നാട് ശിവഗംഗ സ്വദേശി സോനു മുത്തുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മരിച്ച യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. എസ് വിനേഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. വിനേഷ്, എന്തായാലും പ്രതി പിടിയിലായിരിക്കുന്നു. മരിച്ചതാര് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് നൽകുന്ന കൂടുതൽ സൂചനകൾ എന്താണ്? രഞ്ജിനി, ഞായറാഴ്ച മലബാർ എക്സ്പ്രസിലാണ് സംഭവം. അതായത് തിരുവനന്തപുരത്തേക്ക് ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന മലബാർ എക്സ്പ്രസിൽ കൊയിലാണ്ടിക്ക് സമീപമാണ് സംഭവം. അതായത് ഈ കൊല്ലപ്പെട്ട യുവാവും ഈ ഇതിലെ കേസിലെ പ്രതിയായ സോനുമുത്തുവും തമ്മിലുള്ള തർക്കം ഉണ്ടായി. ഈ തർക്കത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അതായത് ഈ ട്രെയിനിനകത്ത് നിന്ന് മറ്റൊരു യാത്രക്കാരൻ എടുത്ത ദൃശ്യങ്ങളാവാം ഒരുപക്ഷെ ഇത്. എന്തായാലും ആ ദൃശ്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇവർ തമ്മിലുള്ള തർക്കം, ഈ തർക്കം മൂത്തതിനെ തുടർന്ന് ഈ സോനുമുത്തു ഈ യുവാവിനെ ചവിട്ടുകയായിരുന്നു. അതിൽ അയാൾ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. റെയിൽവേ പോലീസും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മരിച്ച ആളെ ഇതുവരെ ഈ മരിച്ച ആൾ ആരാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇയാൾ മലയാളിയാണെന്നുള്ളൊരു സംശയമുണ്ട്. എന്തായാലും പോലീസ് അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഒരു വ്യക്തത വരണമെങ്കിൽ ഇയാളെക്കുറിച്ച് ലഭിക്കണം. അതുപോലെ തന്നെ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. പ്രതിയെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. എന്താണ് സംഭവത്തിന്റെ കാരണം എന്നുള്ളതെല്ലാം തന്നെ ഇനി അയാളുടെ മൊഴി അനുസരിച്ചായിരിക്കും പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകേണ്ടത്. എന്തായാലും പ്രതി പിടിയിലായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മലബാർ എക്സ്പ്രസിൽ യാത്ര ചെയ്ത ആളുകളുടെ മൊഴി ഉൾപ്പെടെ പോലീസ് ശേഖരിക്കേണ്ടതുണ്ട്. ഇതിന്റെ എല്ലാം തന്നെ നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. തീർച്ചയായും വിനേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പ്രതി പിടിയിലായിരിക്കുന്നു. മലബാർ എക്സ്പ്രസിലാണ് ഇത്തരത്തിലൊരു അപകടം, ഒരു കൊലപാതകം ഇപ്പോൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആരാണ് മരിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടുള്ള വിനേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സമഗ്രമായ പൊങ്കാല വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഒരിടവേളയ്ക്ക് ശേഷം.
ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്ന കാര്യം ആറ്റുകാൽ പൊങ്കാല ഇട്ട് മടങ്ങുക. അത് അമ്പലത്തിന് ഏറ്റവും അടുത്താണെങ്കിൽ അത്രയും നല്ലത്. അതിന് നേരത്തെ വരേണ്ടതുണ്ട്, സ്ഥലം പിടിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പാണ്. ഇപ്പോൾ ഇന്നത്തെ ഈ പൊങ്കാല ഇട്ടു, ഒരു തവണ പൊങ്കാല ഇട്ടാൽ അടുത്ത പൊങ്കാലയ്ക്കും വരണം എന്ന് തീരുമാനിച്ചു മടങ്ങുന്നവരാണ് അധികം ആളുകളും. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും ഉള്ള ആളുകളുടെ എണ്ണത്തിലുള്ള വർധനമുണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത പുതുതായി വരുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകും. കാരണം കഴിഞ്ഞ 2 വർഷമായി വരാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെല്ലാവരും ഇത്തവണ പൊങ്കാലയിടാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായും പുതുതായി വരുന്ന ആളുകളുടെ എണ്ണം ഇത്തവണ കൂടി വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ക്ഷേത്ര ദർശനം ഉറപ്പായും ആവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ അവർ ക്ഷേത്രം ഇവിടെ പൊങ്കാലയിടാൻ വരുന്നവരെല്ലാവരും ക്ഷേത്ര ദർശനം നടത്തിയാണ് സാധാരണ മടങ്ങാറ്. ഈ പൊങ്കാലയ്ക്ക് മുൻപ് ക്ഷേത്രത്തിലെത്തി ദേവിയെ കണ്ട ശേഷം മടങ്ങി പൊങ്കാല ഇടുന്നവരുണ്ട്. അതേസമയം പൊങ്കാല ഇട്ട ശേഷം നിവേദ്യത്തിന് ശേഷം ഇവിടെ എത്തി ദേവിയെ കണ്ട് മടങ്ങുന്നവരുണ്ട്. നമുക്കറിയാം ഇവിടെ ഈ പ്രദേശത്തുള്ളവർ ഈ പൊങ്കാലയ്ക്ക് ശേഷമാണ് ഇവിടേക്ക് എത്താറ്. പൊങ്കാലയ്ക്ക് മുൻപ് വന്ന് തൊഴുതു പോകുന്നത് ഇവിടെ നിന്നും ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. അവർക്ക് യാത്രാ സൗകര്യം KSRTC ബസ് അടക്കം ട്രെയിൻ അടക്കമൊക്കെ പ്രത്യേക സ്പെഷ്യൽ ട്രെയിനുകൾ, സ്പെഷ്യൽ ബസ് അങ്ങനെ സർവീസൊക്കെ നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് നടക്കുന്നത്. അടുപ്പ് വെട്ട് ചടങ്ങ്. ഭണ്ഡാര അടുപ്പിലേക്ക് തീ പകർന്നിരിക്കുന്നു. പൊങ്കാല ചടങ്ങുകൾക്ക് അതോടുകൂടി തുടക്കമാകുകയാണ്. മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിലേക്കുള്ള സമയമാണ് ഇനിയുള്ളത്. 2:30-ക്കാണ് നിവേദ്യം ഉണ്ടാവുക. ഉച്ചയ്ക്ക് 2:30യോടുകൂടി നിവേദ്യം ഉണ്ടാകും. രാത്രിയാണ് കുത്തിയോട്ട വ്രതക്കാർക്കുള്ള ചൂരൽ കുത്തു നടക്കുക. ഏതായാലും ഭണ്ഡാരടുപ്പിലേക്ക് തീ പകർന്നതോടുകൂടി ഇനി വ്രതനിഷ്ഠയുടെ സാഫല്യത്തിലേക്കുള്ള സമയമായി മാറിയിരിക്കുന്നു. നിലിന, ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഒരു മിനിറ്റിനുള്ളിൽ ഇനി എല്ലാ അടുപ്പുകളിലും ഒരുമിച്ച് തീ പുകയുന്ന അങ്ങനെ ഒരു സ്ഥിതിയാണ്. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്നൊരു സംശയമാണ്, ഇത്രയും അടുപ്പുകളിൽ തീ പുകയുണ്ടാവുക അങ്ങനെ. പക്ഷേ അതെല്ലാം ഒരു അത്ഭുതം പോലെ, അല്ലെങ്കിൽ അതൊരു ദേവിയുടെ അനുഗ്രഹം പോലെയൊക്കെ അത് വളരെ കൃത്യമായിട്ട് നടക്കുന്നു എന്നാണ് ഭക്തജനങ്ങളുടെ ഒരു വിശ്വാസം. ഒരു പ്രശ്നമില്ലാത്ത രീതിയിലെല്ലാം നടക്കുന്നു. എങ്കിലും എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള തടസ്സങ്ങളൊന്നും തന്നെയില്ല. ഏതെല്ലാം ഇനി ഈ ചടങ്ങുകളുടെ ഓരോ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങൾ എന്താണെന്ന് കൂടി നിന്നെ ചോദിച്ചോളൂ അശ്വതിയോട്. അതെ, ഭക്തസാന്ദ്രമായിട്ടിരിക്കുവാണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിലേക്കാണ്. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ ഇനിയുള്ള കാര്യങ്ങൾ? എന്തൊക്കെയാണ് ഇനി? സജ്ജീകരണങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ചെയ്തിട്ടുണ്ട്, എല്ലാ ഒരുക്കങ്ങളും ഉണ്ട്, 4000 പോലീസ് സന്നാഹങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇനി അവിടുത്തെ ചടങ്ങുകൾ? പൊങ്കാല നിറവിൽ അനന്തപുരി. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. രാവിലെ 10:30യോടെ ക്ഷേത്രമുറ്റത്തെ പണ്ടാരിയടുപ്പിൽ തീ പകർന്നതോടെയാണ് പൊങ്കാല സമർപ്പണത്തിന് തുടക്കമായത്.
സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഭക്തരാണ് പൊങ്കാല സമർപ്പണത്തിനായി എത്തിയിരിക്കുന്നത്. ആറ്റുകാൽ ക്ഷേത്ര പരിസരവും നഗരവീഥികളും ഭക്തരെ കൊണ്ട് നിറഞ്ഞു. 2:30-ക്കാണ് പൊങ്കാല നിവേദ്യം. അശ്വതി കേസും ഐശ്വര്യയും ക്ഷേത്രനടയിൽ നിന്നും ചേരുകയാണ്. ഐശ്വര്യ, പൊങ്കാലയർപ്പിച്ച് ഇനി നിവേദ്യത്തിനായുള്ള കാത്തിരിപ്പാണ് ഭക്തരുടേത്. എന്താണ് ക്ഷേത്രനടയിൽ നിന്നും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള കാഴ്ചകളും വിവരങ്ങളും, ഒപ്പം തന്നെ ക്ഷേത്രത്തിൽ ഇനി നടക്കാനുള്ള ചടങ്ങുകൾ അതെങ്ങനെയാണ്? രഞ്ജിനി, അതാണ് ഇനി കാത്തിരിപ്പിന്റെ സമയമാണ്. പൊങ്കാല നിവേദ്യം അല്ലെ, ഞങ്ങളിട്ട പൊങ്കാല ദേവിക്ക് സമർപ്പിക്കുന്നതാണ് നിവേദ്യം എന്ന് കണക്കാക്കുന്നു. അത് ദേവിക്ക് സമർപ്പിക്കുന്ന ആ ചടങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിനിടയിൽ വന്ന ദേവിയെ ദർശിക്കുന്ന നിരവധി ഭക്തർ രാവിലെ ഈ പൊങ്കാല സമയത്തോടനുബന്ധിച്ച് ആ ഒരു സമയത്ത് മാത്രമാണ് താൽക്കാലികമായെങ്കിലും ആ തിരക്കിന് ഒരു അയവ് വന്നത്. വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പൊങ്കാല ഇല്ലാത്തവരൊക്കെ വന്ന് തൊഴുതു പോയ ഒരു സമയം കൂടിയാണ്. പക്ഷെ ഇപ്പോ പൊങ്കാല സമർപ്പിച്ച ശേഷം ദേവിയെ ഒരു നോക്ക് കാണാനായി നിരവധി പേരാണ് ഇവിടേക്ക് ഇപ്പോഴും ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പൊങ്കാല നിവേദിക്കാൻ ഇനിയും സമയം ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു മുന്നോടിയായി ദേവിയെ ഒരു നോക്ക് കാണാനായാണ് ഭക്തജനങ്ങൾ ഈ ആറ്റുകാൽ ക്ഷേത്ര നടയിലേക്ക്. നടപ്പന്തൽ പഴയപടിയായി തിങ്ങി നിറഞ്ഞ ഒരു അവസ്ഥയാണ്. നിരവധി സ്ഥലങ്ങളിൽ നിന്ന് പൊങ്കാല ഇട്ട്, അതായത് തിളച്ച് പായസം ഒക്കെ ആക്കി വെച്ചിട്ട് വരുന്ന നിരവധി ഭക്തരുണ്ട്. അവർ നടപ്പന്തലിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇനിയുള്ള ചടങ്ങ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തോറ്റമ്പാട്ട് പാടി അവസാനിപ്പിച്ച് കണ്ണകി ചരിതം പാടി അവസാനിപ്പിച്ചെടുത്തായിരുന്നു പൊങ്കാലയ്ക്ക് തുടക്കമായത്. അതായത് പണ്ടാരയടുപ്പിൽ തീ പകർന്നത് ഐശ്വര്യ. പക്ഷെ ഇപ്പോൾ തോറ്റമ്പാട്ട് തുടരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കണ്ണകി ദേവിയുടെ ജയം ആഘോഷിക്കുകയാണ്. അതാണ് ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടാണ് ഇപ്പോൾ തോറ്റമ്പാട്ട് അവർ പാടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ തിരക്ക് നിയന്ത്രിക്കപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുത്തിയോട്ടത്തിനായി വ്രതം നോക്കുന്ന ബാലന്മാരെ കുളിക്കാനും തുടർന്ന് നമസ്കരിക്കാനുമായി കൊണ്ടുവരാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ നമസ്കാരം പൂർത്തിയാക്കിയാൽ മാത്രമേ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ചടങ്ങുകൾ, പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പൊങ്കാല തന്നെയാണ്. രണ്ടാമത്തേത് കുത്തിയോട്ടമാണ്. ഈ കുത്തിയോട്ടത്തിന് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ 12 വയസ്സിന് താഴെയുള്ള ബാലന്മാർ വ്രതം നോറ്റ് അമ്പലത്തിൽ തന്നെ താമസിച്ച് ഇവിടെ നമസ്കാരങ്ങൾ പൂർത്തിയാക്കി ദേവിക്ക് അകമ്പടിയായി ദേവീദാസന്മാർ എന്നാണ് അത് പറയുന്നത്, ആ പേര് പറയുന്നത്. അപ്പം ദേവീദാസന്മാരാകാൻ വേണ്ടി വ്രതം നോക്കുന്നവരുണ്ട്. ഇന്ന് ആ വ്രതം അവസാനിക്കും. ഇന്ന് ദേവിയെ മണക്കാടുള്ള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദേവിക്ക് അകമ്പടിയായി ദേവിയുടെ ദാസന്മാരായി അവർ ചൂരൽ കുത്തി കാണാനും ഒരുപാട് ദേവി എഴുന്നള്ളിക്കുന്നത് കാണാനും ഒരുപാട് പേരെത്തും. ആ ചടങ്ങൊക്കെ ഇനി നടക്കാനുണ്ട്. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഇന്ന് രാവിലെ കണ്ട തിരക്ക് 10 മടങ്ങാകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. കാരണം ഈ പൊങ്കാലയിട്ട് പലരും മടങ്ങിപ്പോകും. പക്ഷേ ചിലരൊക്കെ തുടർന്ന് ഇന്നത്തെ ചടങ്ങുകൾ കൂടി കണ്ട്, കാരണം വൈകുന്നേരങ്ങളിൽ താലപ്പൊലിയുണ്ട്, കുരുന്നുകൾ ഒരുങ്ങിയൊക്കെ വരുന്നത് കാണാം, കുത്തിയോട്ടം ചടങ്ങുകളുണ്ട്, അത് കാണാൻ. പ്രേമികളും മേളപ്രേമികളും ഒക്കെ ഇനിയാണ് അവരുടെ വരവ്. ആനപ്രേമികളൊക്കെ ഇനിയാണ് വരുന്നത്. കാരണം രാവിലെ ഈ സ്ത്രീകളുടെ തിരക്കായിരുന്നു കൂടുതലെങ്കിൽ ഇനി അത് ഒന്ന് മാറ്റി പിടിക്കാം, ട്രെൻഡ് ഒന്ന് മാറ്റി ആനപ്രേമികളൊക്കെ വൈകുന്നേരം ഈ ഉത്സവ പറമ്പിലേക്ക് എത്തും എന്ന് തന്നെ പറയണം. അനന്തപുരി ഇന്നുകൂടി ഈ ഉത്സവ ലഹരിയിലായിരിക്കും. അനന്തപുരി യാഗശാലയാക്കി ഈ പൊങ്കാല നിവേദ്യം അല്പസമയത്തിനകം നടക്കും. അതിനുവേണ്ട ക്ഷേത്രത്തിൽ തന്നെ നിരവധി പൂജാരിമാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നേരത്തെ കണ്ടു, അവരകത്തേക്ക് പോകുന്നത് കണ്ടു. അവർക്ക് പുണ്യാഹം കൊടുത്ത് അതാണ് പലയിടങ്ങളിലായി തളിക്കുന്നത്. പല മേഖലകളിലേക്ക് ഈ പൂജാരിമാരെ അയക്കുകയും അവരവിടെ ചെന്ന് നിവേദ്യം നടത്തുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ തങ്ങളിട്ട പൊങ്കാല ദേവിക്ക് സമർപ്പിച്ചു എന്നാണ് അപ്പോൾ നമ്മൾ അത് അങ്ങനെയാണ് വിശ്വാസം. ചിലരൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാക്കാനും മറ്റു ചിലർ നേർന്ന കാര്യങ്ങൾ, അതായത് അത് സാധിച്ചതുകൊണ്ട് പൊങ്കാല നടത്തുന്നവരുണ്ട്. അതെ, നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പൊങ്കാല അർപ്പിച്ച് മടങ്ങുന്നവരുണ്ട്. ഒരുപാട് ഈ ക്ഷേത്ര നടയിൽ വന്നപ്പോൾ പലരും കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാനായി. അതൊക്കെ അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. എന്തായാലും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇനിയുമുണ്ട്. നിവേദ്യം, ഈ പുഷ്പവൃഷ്ടിയെ കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു പോകണം. ആ സമയത്ത് ആകാശത്ത് പുഷ്പവൃഷ്ടി ഉണ്ടാകും നിവേദ്യ സമയത്ത്. അത് എല്ലാ തവണയും നടക്കുന്നത് പോലെ ഇത്തവണയും ഉണ്ടാകും. ഹെലികോപ്റ്ററിൽ പുഷ്പം താഴേക്ക് ഇടുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അത് ഈ ക്ഷേത്ര പരിസരത്ത് നിൽക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും, അത് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ ഭണ്ഡാര അടുപ്പിൽ തീ കൊളുത്തുമ്പോൾ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ആയിരുന്നു ആ തീ കൊളുത്തൽ ഉണ്ടായിരുന്നത്.
പറയുന്നത്. അതിനുശേഷം ഞാൻ യുദ്ധം. ഇപ്പോൾ ഈ കണ്ണകി ചരിതം ഐതിഹ്യങ്ങൾ പലതുണ്ടെങ്കിലും കണ്ണകി മഥുരാപുരി ചുട്ടരിച്ച അങ്ങനെ ഒരു കഥയുണ്ട്. ആ ചുട്ടരിച്ച ദേവിയെ ശാന്ത, അതായത് ഭദ്രകാളി രൂപത്തിലാണ് അപ്പോൾ ഉള്ളത്. വളരെ കോപാകുലയായിട്ടിരിക്കുകയാണ്. ആ ദേവി ഒന്ന് തണുപ്പിക്കാനായാണ് ഈ പൊങ്കാല ഇടുന്നത് എന്നൊരു ഐതിഹ്യവുമുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്ന ആറ്റുകാലിൽ ഒരു റെക്കോർഡ് പൊങ്കാല കൂടി എത്തിയിരിക്കുന്നു. നമുക്കിത് കഴിയുമ്പോൾ ഏകദേശം കണക്ക് പുറത്തു വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇനി ഒരു റെക്കോർഡ് കൂടി ആറ്റുകാൽ ക്ഷേത്രത്തിൽ കിട്ടുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നമുക്ക് 97 ആദ്യ റെക്കോർഡ്, പിന്നീട് 2009 അത് പുതുക്കി, അത് മൂന്നാമത്തെ ഒരു റെക്കോർഡിലേക്ക് പിന്നെയും പോകാൻ കഴിയുമോ എന്നുള്ളത് ഇന്ന് വൈകുന്നേരം പറയാം. ഇപ്പൊ തന്നെ നമ്മൾ ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു ഒരു റെക്കോർഡ് ഉണ്ടാവുന്നു. കാരണം അത്രയധികം ഭക്തജനങ്ങളാണ്, സ്ത്രീകളാണ് ഇക്കുറി പൊങ്കാല ഇടാനായൊക്കെ എത്തിയിട്ടുള്ളത്. എന്തായാലും അത് റെക്കോർഡൊക്കെ ഈ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതെല്ലാം വരുന്ന മണിക്കൂറുകളിൽ ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു വ്യക്തമായ അപ്പുറത്തേക്ക് ഈ 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വന്ന ഒരു പൊങ്കാല എന്ന നിലയിൽ ആളുകൾ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനന്തപുരി സ്ത്രീകളുടെ മാത്രം ഉത്സവം എന്ന് പറയാൻ കഴിയില്ല. ഐശ്വര്യം നമ്മൾ പുറത്തു നിന്നപ്പോഴൊക്കെ കണ്ടത് എല്ലാത്തിനും സഹായവുമായി പുരുഷന്മാരുണ്ടായിരുന്നു അവർക്കൊപ്പം എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ വെയിലത്ത് ഒരുപാട് വാടി തളർന്നവരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ കൃത്യസമയത്ത് വെള്ളം എത്തിക്കുന്നതിനൊക്കെയായി സംഘാടകം നേരത്തെ തന്നെ പുറത്തു നിന്നുള്ള നിരവധി സംഘാടകർ നമ്മൾ അവരെ കണ്ടു. അവർക്ക് വലിയ സഹായം ചെയ്യുന്നുണ്ടായിരുന്നു. വെള്ളം കൃത്യസമയത്ത് എത്തിക്കാനും ഒക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പുറത്തു നിന്നുള്ള കാഴ്ചകൾ കാണുമ്പോൾ വലിയ വെയിലത്ത് നിന്ന് പൊങ്കാലയിടുന്ന ആ ഒരു കാഴ്ച വളരെ ദുസ്സഹമാണ് അവിടെ. എങ്കിലും ഇതെല്ലാം മറികടന്നുകൊണ്ട് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായി നിരവധി പേരാണ് ഇത്തവണ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കുത്തിയോട്ട ബാലന്മാരെ ഇതുവഴി കൊണ്ടുവരുമെന്നാണ് അറിയുന്നത്. അപ്പോൾ അവർ ആ ദേഹശുദ്ധി വരുത്തിയത് കൊണ്ട് തന്നെ, വലിയ വ്രതത്തിലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഇപ്പോൾ ദർശനത്തിനുള്ള ആ ക്യൂ അവിടെ നിർത്തിയിരിക്കുകയാണ്. ഐശ്വര്യ ഇനി അവരെ കടത്തിവിട്ട ശേഷമാകും ഈ ബാക്കിയുള്ളവരെ ഇനി ദർശനത്തിനായി കടത്തുക. നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് തോന്നുന്നു. മറുവശത്ത് ഇനി സമയം വളരെ കുറച്ചേ ഉള്ളൂ. നിവേദ്യത്തിനായുള്ള തയ്യാറെടുപ്പുകൾ അത് തുടങ്ങിക്കഴിഞ്ഞു. പരമാവധി പൂജാരിമാരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട് ട്രസ്റ്റിന്റെ ഭാഗമായി. ആ പൂജാരിമാർ, കാരണം ഈ ഇത്രയധികം, അതായത് രാവിലെ മുതൽ തന്നെ ഈ വെയിലത്ത് നിൽക്കുന്ന അമ്മമാരൊക്കെ വാടി തളർന്നു പോകുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് നിവേദിച്ച് ഇവരെയൊക്കെ തിരികെ അയക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്ന് നടപടിക്രമങ്ങൾ ഉണ്ടായിട്ട് അതുകൂടി പറഞ്ഞു പോവുകയാണ്. അതായത് KSRTC അടക്കം വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം. കാരണം യാതൊരുവിധ ആശങ്കയും വേണ്ട. എല്ലാവർക്കും വീടുകളിലെത്താൻ കൃത്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും KSRTCയും ഒപ്പം തന്നെ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഒക്കെ കൃത്യമായി ഒരുക്കിയിട്ടുണ്ട്. അത് ഒന്നുകൊണ്ടും ആശങ്കപ്പെടേണ്ടതില്ല. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടത് ഈ നിവേദ്യത്തിനായി കൂടുതൽ ഏർപ്പെടുത്തിയ തിരക്കിന്റെ കാര്യം പറയുമ്പോൾ ആദ്യം നമ്മൾ ആശങ്കപ്പെട്ടിരുന്ന ഒരു കാര്യം ഇതാണ്: എന്തെങ്കിലും രീതിയിലുള്ള അപകടം ഉണ്ടാകുമോ, വലിയ തിരക്ക്, ഒപ്പം ചൂട്, കാറ്റ്, ഈ പുറത്ത് പൊങ്കാല ഇടുന്നവർക്ക് ഏതെങ്കിലും രീതിയിൽ തീ പിടിക്കാനോ അങ്ങനെയുള്ള സാധ്യതകൾ ഏറെയാണ്. പക്ഷെ ഇതുവരെയും അങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പലരുടെയും പൊങ്കാല സമർപ്പണം കഴിഞ്ഞു എന്നുള്ളതാണ്. അതേസമയം ഇനിയും നേരത്തെ പറഞ്ഞ പോലെ ഒരു കലത്തിൽ പൊങ്കാല ഇടുന്നവരുണ്ട്, 101 കലത്തിൽ പൊങ്കാല ഇടുന്നവരുണ്ട്. അങ്ങനെ പൊങ്കാല ഇടുന്നവരുടെ പണികൾ ഇനിയും ബാക്കി കിടക്കുകയാണ്. അതുപോലെ പല വിഭവങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. ഇനിയാണ് ഈ തെരളിയപ്പം ഒക്കെ ഉണ്ടാക്കുന്നത്. ആ പായസത്തിന്റെ ഒരു ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ അടുത്ത തെരളിയപ്പം നമുക്ക് ആ റോഡ് സൈഡിലൊക്കെയുള്ള ആ സ്ഥലങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ പായസം റെഡിയായിരിക്കുകയാണ്. അത് വെന്ത് മാറ്റിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത പരിപാടിയിലേക്ക് അവർ കടക്കുകയാണ്. ഒപ്പം ഈ ക്ലീനിങ്ങിന്റെ കാര്യം കോർപ്പറേഷന്റെ ഭാഗത്ത് അത് 2:30 ആരംഭിക്കും. അത് മേയറുടെ നേതൃത്വത്തിൽ ഇവിടെ ക്ഷേത്ര പരിസരത്ത് നിന്ന് തന്നെ അതിന് കൃത്യമായൊരു ഔദ്യോഗിക തുടക്കം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഈ ശുചീകരണവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായി സുതാര്യത വരുത്തുമെന്ന് ഇക്കുറി തിരുവനന്തപുരം നഗരസഭയും മേയറും അക്കാര്യത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് അത് സംബന്ധിച്ച് കൂടുതൽ ഈ വിവരങ്ങൾ തത്സമയം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 7 ദിവസം വ്രതം നോറ്റാണ്. അതായത് ഒരുപക്ഷെ വീട്ടിൽ നിന്ന് പോലും, നേരത്തെ അശ്വതി സൂചിപ്പിച്ച പോലെ വീട്ടിൽ നിന്ന് പോലും മാറി നിന്നിട്ടില്ലാത്ത ബാലന്മാർ ഈ വീട്ടിൽ നിന്ന് മാറി നിന്ന് 7 ദിവസം വ്രതം നോക്കുകയാണ്. ആറ്റുകാൽ അമ്മയുടെ ദാസന്മാരാകാൻ വേണ്ടി 1008 നമസ്കാരങ്ങൾ പൂർത്തിയാക്കിയാണ്. അതായത് ഈ എന്നും ഇവിടെ താമസിച്ചാണ് ഇവർ ഈ വ്രതം നോക്കുന്നത്. ഈ വ്രതം നോക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ നിന്ന് കുളിച്ച് ദേവി നാമജപത്തോടുകൂടി നമസ്കാരം നടത്തി ആ കാഴ്ചകളിലേക്ക് പോകാം. ഐശ്വര്യ, ഇപ്പോൾ കുത്തിയോട്ട ബാലന്മാർ ദേവിയെ വണങ്ങുന്നതിനായി അകത്തേക്ക് വരുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്.
ആറ്റുകാൽ പൊങ്കാല അവിടെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പൊങ്കാല അർപ്പിച്ച നിവേദ്യത്തിനായി കാത്തിരിക്കുകയാണ് ഭക്തർ. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് കുത്തിയോട്ട വ്രതമൊക്കെ എടുത്ത് ആ ചടങ്ങുകൾക്കായി നോക്കിയിരുന്ന ബാലന്മാർ ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അങ്ങനെ ആറ്റുകാലിൽ ലക്ഷോപലക്ഷം ഭക്തർ പൊങ്കാല അർപ്പിച്ച് നിവേദ്യത്തിനായി കാത്തിരിക്കുകയാണ്. പല വിധത്തിലുള്ള ചടങ്ങുകൾ ഇപ്പോൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് അശ്വതിയും ഐശ്വര്യയും പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളിലേക്ക് ക്ഷേത്രനടയിൽ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ പോകുന്നത് ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ശാസ്തമംഗലത്തെ വീട്ടിലാണ് സുരേഷ് ഗോപിയും കുടുംബവും പൊങ്കാല അർപ്പിച്ചത്. നല്ലവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥനയെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു നിറസാന്നിധ്യമാണ് സുരേഷ് ഗോപിയും കുടുംബവും പൊങ്കാലയിടുന്നത്. ഇത്തവണയും ഉണ്ട്. അദ്ദേഹം ആറ്റുകാലമ്മയുടെ പ്രസാദത്തിന് വേണ്ടി അല്ലെങ്കിൽ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പൊങ്കാലയിടൽ വീട്ടുമുറ്റത്ത് ആരംഭിച്ചിട്ടുണ്ട്. സർ, 3 വർഷത്തിന് ശേഷമാണ് പൂർണ്ണതോതിൽ ഒരു പൊങ്കാല ചടങ്ങിലേക്ക് ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ കിടക്കുന്നത്. ഇത്തവണത്തെ പ്രതീക്ഷകൾ? ഇതൊരു വലിയ ആധ്യാത്മികമായ അവകാശമാണ് സ്ത്രീകളുടെ. കണ്ണകി എന്ന് പറയുന്ന ഒരു വലിയ സ്ത്രീ ശക്തിയുടെ അതാണ് ഇതിൻ്റെ സങ്കല്പം. അതാണ് കണ്ണകി ആണ് ആറ്റുകാലമ്മ. സ്ത്രീകളുടെ ഒരു വലിയ ആചാര അവകാശമാണ് അത്. മാറി മാറി വരുന്ന സർക്കാരുകളൊക്കെ വളരെ മനോഹരമായി തന്നെ അത് നടപ്പിലാക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതിലൊരുപാട് സർക്കാർ സംവിധാനങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഇതിനകത്ത് വന്നു നിന്നതൊരു വലിയ ഒരു ദേശീയ ചിഹ്നം പോലെ തന്നെ എല്ലാ വർഷവും ഉയർന്നു നിൽക്കുന്നു. കോവിഡ് കാരണം നമുക്ക് 2 വർഷക്കാലം, എനിക്ക് തോന്നുന്നു 20 കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ വമ്പിച്ച തോതിൽ നടന്നതാണ്. 21, 22 എനിക്ക് തോന്നുന്നില്ല മന്നത ഇതിന്റെ ആചാരക്രമങ്ങളൊന്നും ഉണ്ടായി. പക്ഷെ നടത്തുന്ന രീതിയിൽ ചില നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. ഇത് രാധിക ഒരു 5 വർഷം മുമ്പ് വരെയും ചെയ്തിരുന്നത് അവിടെ പ്രസന്ന എന്ന് പറയുന്ന ഒരു ബന്ധുവിന്റെ വീട്ടിലാണ്. അതിനു മുമ്പ് കുവൈറ്റിൽ അംബാസഡറായിരുന്ന അദ്ദേഹത്തിന്റെ സഹോദരിയുടെ രാജീവ് മേനന്റെ അമ്മായിയമ്മയുടെ വീട്ടിലായിരുന്നു. ഇത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത് അനുവദനീയമാണ് എന്ന് വന്നതോടുകൂടി ഇതൊരു സാങ്കേതികതയായി തന്നെ സ്വീകരിച്ചുകൊണ്ട് വീട്ടിൽ തന്നെയാണ് നിർവഹിക്കുന്നത്. എല്ലാം ഐശ്വര്യത്തിന് വേണ്ടിയാണ്. നല്ല എല്ലാ ആൾക്കാർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും എല്ലാ നല്ലവർക്കും നല്ല ഉന്നമനവും ഐശ്വര്യവും എല്ലാം ഉണ്ടാവാൻ വേണ്ടിയുള്ള നല്ല ലോകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണ്. ഒരു പോസിറ്റീവ് ഘടകം കൂടിയാണ് ഇലക്ഷൻ. നോർത്ത് ഈസ്റ്റ് ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് ഒരു വളരെ പോസിറ്റീവായി ബിജെപിക്ക് അനുകൂല എന്താ പ്രശ്നം? ഇതൊന്നും ഇങ്ങനെ കണക്ട് ചെയ്യാനേ ഒക്കത്തില്ല. ഇത് ആചാരം, അയ്യപ്പൻ ആചാരം, അത് ഇലക്ഷനുമായിട്ടൊന്നും ഒരിക്കലും രാഷ്ട്രീയമായിട്ട് കണക്ട് ചെയ്യാനേ ഒക്കത്തില്ല. ഇതെങ്ങനെയായിരുന്നു നമ്മൾ നമ്മുടെ കുട്ടിക്കാലം മുതൽ, അച്ഛനമ്മമാർ അവരുടെ കുട്ടിക്കാലം മുതൽ എങ്ങനെയായിരുന്നു അത് കൈമാറി വന്ന ആചാര അവകാശങ്ങൾ അതിന്റെ മര്യാദ നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാനുള്ള ശ്രമങ്ങളാണ്. അതിനകത്തേക്ക് ആധുനികതയും കാര്യവുമൊക്കെ പറഞ്ഞു വരുന്നവരുടെ ഉദ്ദേശമൊക്കെ അത് വേറെയാണ്. ഇതിനെ ഒരിക്കലും രാഷ്ട്രീയവുമായിട്ട് കണക്ട് ചെയ്യാൻ ഒക്കത്തില്ല. ഈ തവണത്തെ പൊങ്കാലയിടുന്ന പ്രത്യേക ആഗ്രഹങ്ങളോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഒന്നുമില്ല, എല്ലാം ഇത്രയേ ഉള്ളൂ. എപ്പോഴും നല്ലവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. ഇനി ഇത്തവണ എല്ലാ നിയന്ത്രണങ്ങളെല്ലാം ഒഴിവായി പൂർണ്ണതോതിൽ പൊങ്കാല ആഘോഷങ്ങളെല്ലാം നടക്കുന്നുണ്ട്. വലിയ ആളുകളെല്ലാം വരുന്നുണ്ട്. ഇത്തവണ വീട്ടിൽ വെച്ച് പൊങ്കാലയുടെ കഴിഞ്ഞ വർഷങ്ങളിലും അങ്ങനെയാണ്. ഇത്തവണ പുറത്തേക്ക് അവിടെ പോകാൻ, ക്ഷേത്ര സന്നിധിയിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നു.
ക്ഷേത്രത്തിൽ പോയിരുന്നു, 1-2 പ്രാവശ്യം പോകാൻ പറ്റി, തൊഴുത്ത് നന്നായി തൊഴാനും പറ്റി. പിന്നെ ഇപ്പോൾ ഒരു കുറച്ച് വർഷമായിട്ട് ഇപ്പം ഞാൻ വീട്ടിൽ തന്നെയാണ് പൊങ്കാല ഇടുന്നത്. പിന്നെ അമ്മയുമായിട്ട് ഒരുമിച്ച് പോയി പണ്ടിട്ടിരുന്നു ദൂര സ്ഥലത്ത്. പിന്നെ ഇപ്പോൾ ഒരു കുറച്ച് വർഷമായിട്ട് ഞാൻ വീട്ടിൽ തന്നെയാണ് ഇടുന്നത്. എവിടെ ഇരുന്നാലും അമ്മ അതെല്ലാം സ്വീകരിക്കുന്നുള്ളൊരു വിശ്വാസത്തിൽ. എപ്പോഴും ആഗ്രഹങ്ങൾ അമ്മയോട് പറയുക എന്നുള്ളത് കൂടിയാണല്ലോ പൊങ്കാല ഇടുന്നത്. പ്രത്യേക ആഗ്രഹങ്ങളെല്ലാം ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും നല്ലത് വരാനും കുടുംബത്തിന് മനസ്സമാധാനം ഉണ്ടാകാനും എല്ലാവർക്കും വേണ്ടി തന്നെയാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്കും പിന്നെ കുടുംബത്തിനും എല്ലാവർക്കും അത്രേ ഉള്ളൂ. എന്തായാലും ഈ രീതിയിൽ സുരേഷ് ഗോപിയും കുടുംബവും എല്ലാം പൊങ്കാല ഉത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല ചടങ്ങുകളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായി തന്നെ അദ്ദേഹം തുടരുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ മകൻ കൂടി മാധവ് കൂടി ചേരുന്നുണ്ട്. മാധവ്, ഇവിടെ എല്ലാ കാലവും ഈ പൊങ്കാലയുടെ ഭാഗമാകാറുണ്ടോ? എല്ലാ വർഷവും അല്ല, ഞാനിവിടെ ഉള്ള വർഷങ്ങളെല്ലാം മാക്സിമം അമ്മയുടെ കൂടെ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഒരു തവണ ഇട്ടിട്ടുണ്ട് പൊങ്കാല, കുറച്ച് കുഞ്ഞിലായിരുന്നു. ഇത്തവണത്തെ ഒരു മുൻകാലങ്ങളിൽ കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം മാറി ഒരു പൂർണ്ണതോതിലെത്തി. അപ്പം 2020 ഇതേപോലെ ആയിരുന്നില്ല, ഇവിടെ തന്നെയല്ലേ? ഇവിടെ തന്നെയായിരുന്നു. അതെ. അപ്പം ഒരു ബാക്കിയുള്ളവർ ചേട്ടനൊക്കെയോ? സോറി, ബാക്കിയുള്ളവർ ചേട്ടനുണ്ട്, ചേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. വരും അല്ലേ? അതെ. എന്തായാലും എന്തെങ്കിലും പ്രത്യേക ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? ആറ്റുകാൽ പ്രത്യേക ആഗ്രഹങ്ങളില്ല, എല്ലാ വർഷത്തെയും പോലെ ലോകസമാധാനം, മനുഷ്യർ കുറച്ചും കൂടെ നന്നായി ജീവിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹം. എന്തായാലും മകൻ മാധവാണ് സംസാരിച്ചത്. ഈ രീതിയിൽ എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി ആറ്റുകാൽ പൊങ്കാല ദിവസം അത് ആഘോഷിക്കുകയാണ്, അല്ലെങ്കിൽ ആചരിക്കുകയാണ്. സുരേഷ് ഗോപിയും കുടുംബവും പൊങ്കാല ഇട്ടതിന്റെ കാഴ്ചകളാണ് കണ്ടത്. അദ്ദേഹം ശാസ്തമംഗലത്തെ വീട്ടിലാണ്, അദ്ദേഹം അവിടെയാണ് പൊങ്കാല ഇട്ടത്. അതിന്റെ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത്. പൊങ്കാല അർപ്പിക്കുന്ന പതിവിന് മാറ്റമില്ലാതെ നടി ആനി. കുറവൻകോണത്തെ വീട്ടിൽ ഭർത്താവ് ഷാജി കൈലാസം പൊങ്കാല അർപ്പിക്കാൻ ആനിക്കൊപ്പമുണ്ടായിരുന്നു. വി വിനോദിന്റെ റിപ്പോർട്ട്. ആറ്റുകാലമ്മയുടെ അനുഗ്രഹം തേടി അനേകായിരങ്ങൾ പൊങ്കാലയിടുന്ന പുണ്യ ദിവസം. നമുക്ക് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ തന്നെ സ്ഥിരമായി ഇങ്ങനെ പൊങ്കാല അർപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുണ്ട്. അതിലൊന്നാണ് ശ്രീമതി ആനി. ഇന്നും വീട്ടിലാണ് പൊങ്കാല അർപ്പിക്കുന്നത്. എത്ര വർഷമായി പൊങ്കാല അർപ്പിക്കുന്നു? ഞാൻ ഇവിടെ വന്ന് അന്ന് തൊട്ട് എല്ലാ കൊല്ലവും ഇടാറുണ്ട്. പിന്നെ സാഹചര്യം ചില സമയങ്ങളിൽ മാത്രം പറ്റിയിട്ടില്ല, അന്നേരം മാത്രം എടുത്തില്ല. അന്നേരം ബാക്കിയെല്ലാം ദൈവം അനുഗ്രഹിച്ച് ദേവിയുടെ കൃപ കൊണ്ട് ഇടാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടു, ഓരോ വർഷവും കഴിയുമ്പോഴും അടുത്ത വർഷം വീണ്ടും പൊങ്കാല അർപ്പിക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വരുന്നു എന്നുള്ള. ഏറ്റവും വലിയ ഭക്തി ആറ്റുകാലമ്മയോടാണോ? ദേവി പ്രിയയാണ് ഞാൻ. എല്ലാ കൊല്ലവും ഇപ്പൊ ഞാൻ തന്നെ എന്താ പറയാ ആഗ്രഹിക്കുന്ന പോലെ ഇന്നിടുന്ന വ്യക്തികൾ ഇനി എത്ര ചൂടായിക്കോട്ടെ, വെയിലിന്റെ ആയാലും തീയുടെ ആയാലും ദാഹമായാലും എന്തായാലും, നമ്മൾ ആ സമയത്ത് പ്രയാസപ്പെട്ടാലും ശരി, കലവെടുത്ത് തിരിച്ച് അവനവന്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അടുത്ത കൊല്ലവും ഞാൻ വരും എന്ന് പറഞ്ഞ നിശ്ചയത്തിൽ തന്നെ പോവുള്ളൂ. ആരും ഞാൻ വരില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരു ജനങ്ങളുണ്ടാവില്ല, ഒരു സ്ത്രീ പോലും ഉണ്ടാവില്ല. അപ്പം പുരുഷന്മാർ പോലും പൊങ്കാല ഇടുന്നുണ്ട്. അവര് പോലും ആദ്യം സ്ത്രീകൾ മാത്രം ഇട്ടു, എന്തുകൊണ്ടിന്ന് പുരുഷന്മാരിടുന്നു, ഫോറിനേഴ്സ് ഇടുന്നു, എവിടുന്നൊക്കെ ആൾക്കാർ വന്നിടുന്നു. അപ്പൊ എന്താ അത്? ഒരു സ്ത്രീ പോലും അല്ലെങ്കിൽ ഒരു വ്യക്തി പോലും ഞാൻ വരില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരു മനുഷ്യണ്ടാവില്ല. ഒരാൾ കൂടുകയുള്ളൂ, കുറഞ്ഞിട്ടുണ്ടാവില്ല. മറ്റൊരു കാര്യം, ഷാജേട്ടൻ ഇന്ന് കൂടെ ഉണ്ട്. അപ്പൊ എല്ലാ പൊങ്കാലയ്ക്കും അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നിപ്പം ചേട്ടൻ കൂടെ ഉള്ളപ്പോ എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും എനിക്കത് ഭയങ്കര നിറവാണ്. എന്റെ സത്യം പറഞ്ഞാൽ എന്റെ ബലം എന്ന് പറയുന്നത് എന്റെ ഏട്ടനാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്താ വെച്ചാൽ എന്റെ ആധ്യാത്മികത്തില് ഞാൻ എത്ര പുരോഗതി നേടിയിട്ടുണ്ടോ, ഒരു പടിയാണെങ്കിൽ ഒരു പടി, അത് ശരിക്കും എൻ്റെ ഗുരു കാരണമാണ്. അമ്മ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ആ അമ്മയുടെ അനുഗ്രഹ സാന്നിധ്യത്തിൽ എനിക്കിന്ന് പൊങ്കാല അർപ്പിക്കാൻ പറ്റിയത് ശരിക്കും എനിക്ക് ദേവിയുടെ ഒരു അനുഗ്രഹമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. മറ്റൊരു കാര്യം കൂടെ, നമ്മുടെ കുക്കറി ഷോ ഒക്കെ ഞാനും കാണാറുണ്ട്. അപ്പോൾ ഇത് വിഭവങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ, നിവേദിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും വെറൈറ്റി അങ്ങനെ ആ മേഖലയിൽ കൂടെ നോക്കാറുണ്ടോ? എന്തെങ്കിലും ഇപ്പൊ തിരളിയപ്പോയിരുന്നാലും അല്ലെങ്കിൽ മണ്ടപ്പുറ്റ്, ഈ പൊങ്കാലയിൽ തന്നെ അതിന്റെ എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? നോക്കിയിട്ടുണ്ടോ? അങ്ങനെ പരീക്ഷണം പോലെ അല്ലേ? ശരിക്കും പറഞ്ഞ ഞാൻ പരീക്ഷണം എന്ന് പറഞ്ഞു പൊങ്കാലയിൽ ചെയ്തിട്ടില്ല ഇതുവരെ. നേര് പറയാട്ടോ, എന്നാന്നോ എന്നെ ആദ്യം പൊങ്കാല പഠിപ്പിച്ച ഏട്ടന്റെ അമ്മയാണ്. അത് ഞാൻ ഇതുവരെ തെറ്റിച്ചിട്ടില്ല. ആ റെസിപ്പിക്ക് ഒരു മാറ്റം വരുത്തില്ല? ഒരിക്കലും ഇല്ല. കാര്യം അത് തലമുറകളായിട്ട് പകർന്നു കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. കാര്യം അമ്മ അങ്ങനെ ഒരു നിറവോടെ നിൽക്കട്ടെ, അതാണ് എന്റെ ആഗ്രഹം. തീർച്ചയായിട്ടും. ഷൈജേട്ടാ, ഇന്നിപ്പോ ഈ പൊങ്കാലയുടെ ദിവസം നമുക്ക് യാദൃശ്ചികമായെങ്കിലും പറയാൻ കഴിയുന്ന അടുത്ത് ഭാവനയെ വെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു സ്ത്രീപക്ഷ അല്ലെങ്കിൽ സ്ത്രീ പ്രാധാന്യം, ആ കഥാപാത്രത്തിന് പ്രാധാന്യമുള്ള ഒരു സിനിമയാണോ? അതെ, എന്ന് പറഞ്ഞാൽ ആ സ്ത്രീകൾ വഴിയാണ് ആ സിനിമ സഞ്ചരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ നമ്മളൊരു
ഒരു ക്യാരക്ടറിൽ കൂടി ഒരു ക്യാരക്ടർ സഞ്ചരിക്കുന്നതാണ് അത് എടുത്തു പറയേണ്ടത്. ഹണ്ട് എന്നുള്ള സിനിമ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് തീർത്ത് അതിന്റെ ഡബിംഗ് പോർഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു ഗ്യാപ്പ് കിട്ടി, ഒരാഴ്ച ഗ്യാപ്പ് കിട്ടി. അപ്പോഴാണ് കറക്റ്റ് ഈ പൊങ്കാല സമയത്ത് അദ്ദേഹം വന്ന് ഇവിടെ കൂടെ വന്ന് സഹായിക്കുക, തേങ്ങ തിരികെ കൊടുക്കുക, കൊതുമ്പെടുത്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യുക. അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സ്ത്രീ ശക്തിയുടെ കൂടെ ഒരു ഓരം ചേർന്ന് സഞ്ചരിക്കുക. അതാണ് കുറച്ചുകൂടെ ചെറുപ്പത്തിലെ പൊങ്കാലക്കാലം എടുത്താൽ കുറച്ചുകൂടെ സജീവമായിട്ട് നിന്ന ഓർമ്മയുണ്ടോ? പിന്നെ അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ അമ്മയെ കൊണ്ടുപോകുമ്പോൾ വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇറക്കി അവിടെ കൊണ്ട് പൊങ്കാല ഇടുന്ന സ്ഥലത്ത് കൊണ്ട് വെക്കണം. അപ്പോൾ അത് നാരോ സ്ട്രീറ്റ്സ് ആണ്. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഫുൾ സാധനം എടുത്ത് ഏർലി മോർണിംഗ് കൊണ്ടുവച്ചിട്ട് അമ്മയെ വിളിക്കാൻ വേണ്ടി വൈകിട്ട് പോയി നിൽക്കും. അങ്ങനെ വിളിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് പണ്ട് വരുന്നതിന് മുമ്പേ. പിന്നെ വന്ന ശേഷം അമ്മയെ കൊണ്ടുപോയിക്കോളും. പിന്നെ അമ്മയുടെ എല്ലാവരും കൊണ്ടുപോയിക്കോളും. അങ്ങനെ ഒരു സംഭവം. മറ്റൊരു കാര്യം, നമുക്ക് ഈ കോവിഡൊക്കെ മാറിയിട്ട് ഇപ്പൊ വളരെ ഫുൾ അല്ലെങ്കിൽ നമ്മുടെ പഴയ സജീവമായിട്ട് എങ്ങനെ ചേട്ടന് തോന്നുന്നു? അല്ല, ഇപ്പോൾ ജനങ്ങളുടെ മുഖത്തൊരു സന്തോഷമുണ്ട്. അതാണ് നമുക്കൊരു എവിടെ ചെന്നാലും ഒരു ചിരിക്കുന്ന മുഖമുണ്ട്. ആ 2 വർഷം നമുക്ക് കാണാൻ കഴിയാത്ത മുഖങ്ങൾ ഇപ്പൊ കാണുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ തുടരണേ എന്ന് പ്രാർത്ഥിക്കാം. ജനങ്ങളുടെ ആകെ നന്മ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പൊങ്കാലയാണ് ഷാജി കൈലാസും ശ്രീമതി ആനിയും അങ്ങനെ ദേവിക്ക് നിവേദ്യം അർപ്പിക്കുന്നു. അരുൺ പാലോടിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും പൊങ്കാല അർപ്പിക്കാൻ നടിമാരായ ചിപ്പിയും ജലജയും എത്തി. കഴിഞ്ഞ വർഷം വീട്ടുമുറ്റത്തായിരുന്നു പൊങ്കാല അർപ്പിച്ചതെങ്കിൽ ഇത്തവണ ക്ഷേത്രത്തിന് സമീപം പൊങ്കാല അർപ്പിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ചിപ്പി. എല്ലാ വർഷവും പൊങ്കാലയിടാൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് ചിപ്പി ചേച്ചി പൊങ്കാലയിടാൻ എത്തിയോ എന്നാണ്. തീർച്ചയായിട്ടും എല്ലാ പൊങ്കാലയുടെയും നിറ സാന്നിധ്യമാണ് ചിപ്പി. ചിപ്പി ഇപ്പൊ ന്യൂസ് 8 കൂടി ചെയ്യണം. ചേച്ചി നമസ്കാരം. നമസ്കാരം. എല്ലാ വർഷവും എത്തുന്ന ഒരാളാണ്. എത്രാമത്തെ വർഷമാണ് എന്ന് ചോദിച്ചാൽ അത് ഓർമ്മയുണ്ടാവും. അത് ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് വർഷമായി. പിന്നെ ഇടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ മിസ്സായിട്ടും ഉണ്ട്, വരാൻ പറ്റാതിരുന്നിട്ടും ഉണ്ട്. എന്തായാലും ഒരു 20-25 ഇയേഴ്സ് എന്തായാലും മിനിമം ആയിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം നമുക്ക് ഓർമ്മയുണ്ട്, വീട്ടിലാണ് പൊങ്കാലയിട്ടത്. അവിടെ വന്ന് നമ്മള് ചോദിച്ചറിഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്. ഇപ്രാവശ്യം എങ്ങനെയാണ് വീട്ടിൽ നിന്ന് മാറി ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ? ഇല്ല, എല്ലാ വർഷവും നമ്മൾ ഇവിടെ ആയിരുന്നല്ലോ ഇട്ടിരുന്നത്. കാരണം 2 വർഷമാണ് ആകെ മാറി വീട്ടിലിട്ട. കഴിഞ്ഞ 2 വർഷമായിരുന്നല്ലോ. അപ്പം അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു കുറച്ചുകൂടെ സന്തോഷമാണ് ക്ഷേത്രത്തിന്റെ അടുത്ത് വരുമ്പോൾ. ക്ഷേത്ര ദർശനം നടത്തിയോ? പോയി. രാവിലെ തന്നെ? രാവിലെ വെളുപ്പിന് പോയി. ഇപ്പൊ 10-20 വർഷത്തോളായി പൊങ്കാലയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത് ഈ 20 വർഷങ്ങൾക്ക് മുന്നേയും ഇപ്പോഴും? തിരക്ക് നല്ല കൂടുതലുണ്ട്. എനിക്ക് പിന്നെ മീഡിയക്കാർ കുറച്ച് കൂടുതലുണ്ട്. അല്ല, തിരക്കാണ് നല്ല. ഓരോ വർഷം കഴിയുന്തോറും ജനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചേച്ചിയെ കാണാനുള്ള ആൾക്കാരാണ് ചുറ്റും കൂടിയിരിക്കുന്നത്. എന്താണ് ഈ പൊങ്കാലയുടെ ഭാഗമായിട്ട് പ്രേക്ഷകരോട്? എല്ലാവർക്കും എല്ലാം നല്ലതും വരട്ടെ, എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ. പതിവ് പോലെ തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട താരങ്ങളെല്ലാം ഇത്തവണയും പൊങ്കാല ഇടാൻ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തെക്കേനടയിലാണ്. തെക്കേനടയിൽ ന്യൂസ് 8 പൊങ്കാല വിശേഷങ്ങൾ പങ്കുവെക്കാൻ ജലജ ചേച്ചി നമ്മുടെ കൂടെ ചേരുന്നു. ചേച്ചി, എത്ര വർഷമായി? ആദ്യം തന്നെ എല്ലാവർക്കും പൊങ്കാല ആശംസകളാണ്. ഇപ്പം എനിക്കൊന്നൊരു 10 വർഷത്തോളമായി സ്ഥിരമായിട്ട് ഇടുന്നുണ്ട്. ഇപ്പം 2 വർഷം കോവിഡ് ആയതുകൊണ്ട് ഫ്ലാറ്റിലായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം വീണ്ടും നടയിൽ വന്ന് ഇടാൻ ഉള്ള ഭാഗ്യം ദേവി അനുഗ്രഹിച്ചു. നമുക്കെല്ലാവർക്കും ഒരു വലിയൊരു ഉത്സവ പ്രതീതിയാണ് ഇപ്രാവശ്യം. ശരിക്കും പറഞ്ഞാൽ ഈ 2 വർഷത്തെ ഒരു കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു ഇത് പൊങ്കാല എന്ന് പറയുമ്പോഴത്തേക്കും അതിനനുസരിച്ച് ആൾക്കാരുടെ ഭയങ്കരമായിട്ടുള്ള ജനത്തിരക്കുണ്ട്. ഒരു 50 ലക്ഷത്തോളം പേര് കാണും എന്നാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. അപ്പം അത് തന്നെ ഒരു ദേവിയുടെ ഒരു എന്താണ് ശക്തി, അല്ലെങ്കിൽ ദേവിയുടെ ഒരു അനുഗ്രഹം കാരണം തന്നെയാണ് ഇത്രയും പേരും വന്ന് വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്നില്ലേ. അപ്പം അങ്ങനെ ഇടാനുള്ളൊരു ഭാഗ്യം കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം, ഒരു മഹാഭാഗ്യം. ഇന്നലെയാണെങ്കിൽ ചോറ്റാനിക്കരയിലെ മകവും തൊഴുതിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം അതും ഒരു ഡബിൾ സന്തോഷമാണ് എനിക്ക് ഇപ്രാവശ്യം. തീർച്ചയായും ഈ പൊങ്കാലയിലേക്ക് ഒരുപക്ഷെ ജനങ്ങളെ ആകർഷിക്കുന്നത് ദേവിയോട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ അതൊക്കെ ദേവി തീർത്തു തരും എന്നൊരു വലിയ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം മുഴുവൻ ഇങ്ങോട്ട് ഒഴുകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് രാവിലെ മുതൽ കാണാൻ സാധിക്കും. 2 ദിവസം മുതലുള്ളതാണ്, ഇന്നലെ രാത്രിയല്ല. പക്ഷെ 2 ദിവസം മുമ്പ് തന്നെ ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ആ ദേവി
ഒരു എന്താണ് നമ്മൾ ആ ദേവിയിലുള്ള വിശ്വാസം അത്രത്തോളം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അമ്മ എന്ന് പറയുന്നത് തന്നെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് നമുക്ക് എന്ത് സങ്കടങ്ങൾ പറയാനും എല്ലാം കേൾക്കാനും നമ്മൾ അനുഗ്രഹിക്കാനും ഉള്ളൊരു ശക്തിയാണ്. അപ്പം ആ ഒരു ശക്തിയുടെ മുമ്പിൽ നമ്മളെല്ലാവരും നമസ്കരിക്കുന്നു, നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം മാറ്റുകാൽ ക്ഷേത്രനടയിൽ പൊങ്കാലയർപ്പിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് സീരിയൽ താരങ്ങളായ കൃഷ്ണയും വീണയും. വളരെ പ്രശസ്തരായ 2 സീരിയൽ ആർട്ടിസ്റ്റുകളാണ് ഇപ്പോൾ ന്യൂസ് 8നോടൊപ്പം ചേരുന്നത്. വീണ ചേച്ചിയും കൃഷ്ണ ചേച്ചിയും. അവരുടെ പൊങ്കാല വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. വീണ ചേച്ചി സ്ഥിരമായിട്ട് വരാറുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ഏത് കാര്യം ആഗ്രഹിച്ചിട്ട് ഇവിടെ വന്നാലും ഇവിടെ വന്ന് അമ്മയുടെ നടക്കെ പോയിട്ട് വരുമ്പം എൻ്റെ മക്കൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സംഭവം വിളിച്ച് പറയാറുണ്ട്. അത് സക്സസ് ആവണു എന്നുള്ളത്. പക്ഷെ അത് കഴിയുമ്പം ഞാൻ പൊങ്കാല ഇട്ട് ചെല്ലുമ്പോഴത്തെ എല്ലാം ഓക്കെ ആവും. അതൊരു വലിയ വിശ്വാസമാണ് നമുക്ക്. 2 വർഷങ്ങളായിട്ട് വരുന്നുണ്ട്. അമ്മ പ്രസാദിക്കുന്നുണ്ട്. നമ്മൾ വരുന്നതിൻ്റെ ഒരു എന്താ പറയുക സന്തോഷം നമുക്കുണ്ട്. കാര്യം എല്ലാ കാര്യത്തിനും ഏത് കാര്യത്തിനാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം അമ്മ അത് സാധിക്കണേ, പറ്റുമെങ്കിൽ സാധിച്ചു തരണേ എന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ വന്നു കഴിയുമ്പം എനിക്ക് കറക്റ്റായിട്ട് ഒന്നുകിൽ വരുന്നതിന് മുമ്പ് അത് ഇന്നലെയും കൂടെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കള് ഒരു സംഭവം ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്നുണ്ട്. അവർ ഓൾറെഡി ദുബൈയിലാണ്. അപ്പോൾ അവർ പറഞ്ഞു മമ്മി അത് ഓൾമോസ്റ്റ് എല്ലാം ശരിയായും. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം വെച്ചാൽ ഇന്നലെ അമ്മയുടെ നടക്ക് വന്നതേ ഉള്ളൂ നമ്മൾ. അപ്പം അത് ഓക്കെ ആയി എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര അത്ഭുതമല്ലേ. നമ്മുടെ അനുഗ്രഹം കൂടെ തന്നെ ഉണ്ട്. ഉറപ്പായിട്ടും അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് നമുക്ക് തന്നെ ഈ കൊറോണ വന്ന സമയത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ പൊങ്കാല ഇടാൻ വരാണ്ട്. ബാക്കി എല്ലാ വർഷവും വരുന്നുണ്ട്. അത് അമ്മ ഒരുപാട് പ്രസാദിക്കുന്നുണ്ട്. അത് എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മ പ്രസാദിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. കാരണം നമ്മൾ മനസ്സറിഞ്ഞ് അമ്മയെ വിളിക്കുന്നുണ്ട്, അമ്മ അത് കറക്റ്റായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കാര്യം മാത്രമല്ല പറയുന്നത്, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറയും. പക്ഷെ അമ്മയുടെ നടക്ക് വന്നിട്ട് പോകുന്നവർക്ക് ഏത് കാര്യവും സാധിക്കുന്നുണ്ട് എന്നുള്ള നമ്മുടെ വിശ്വാസം. കാരണം നമ്മൾ വന്നിട്ട് പോകുമ്പോൾ അത് കറക്റ്റായിട്ട് സംഭവിക്കുന്നുണ്ട്. അമ്മ പ്രസാദിക്കുന്നുണ്ട്. അതിന്റെ ഐശ്വര്യം. അതുകൊണ്ട് നമ്മൾ എത്ര വർഷം ഇടാൻ പറ്റുമോ അത്രയും വർഷം വരാനാണ് നമ്മുടെ താല്പര്യം. വരികയും ചെയ്യും. അമ്മ കൊണ്ടുവരും. അതാണ്. വീണ ചേച്ചിയുടെ കൂടെ കൃഷ്ണ ചേച്ചി കൂടെ ചേരുന്നുണ്ട്. ചേച്ചി എത്രാമത്തെ വർഷമാണെന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുമോ? നിയർലി 20 years. ഞാൻ ട്രിവാൻഡ്രത്തുകാരിയല്ല. അതുകൊണ്ട് കല്യാണം കഴിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ പൊങ്കാല ഇടാൻ തുടങ്ങി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഓരോ വർഷം മുടങ്ങാതെ ഇടാൻ നോക്കിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ മുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 വർഷം എവിടെയായിരുന്നു? വീട്ടിൽ ഫ്ലാറ്റിൽ തന്നെ ഇട്ടു. ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പൊ അവിടെ തന്നെ ഇടാൻ പറ്റി. അത് പക്ഷെ നമുക്ക് ഈ ഒരു ഫീല് കിട്ടില്ല കേട്ടോ. അവിടെ ഇടുമ്പോ നമ്മളെ വീട്ടിൽ പായസം വെക്കുന്ന പോലെ അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്ന് ഇടുമ്പോൾ നമുക്ക് ആ ഒരു ഭയങ്കര പോസിറ്റീവ് ഫീലാണ്. പിന്നെ ഭയങ്കര ഒരു സംതൃപ്തിയാണ്. നമ്മൾ ഇവിടെ പൊങ്കാല ഇടുമ്പോ ദേവിയുടെ നടയിലിടുക വെച്ചാൽ ഭയങ്കര ഭാഗ്യമാണ്. രാവിലെ ക്ഷേത്രത്തിൽ പോയി ദേവിയെ കണ്ടു തൊഴുതാൻ പറ്റും? ഇന്ന് തൊഴാൻ പറ്റില്ല. ഞങ്ങൾ ഇന്നലെ രാത്രി പോയി തൊഴുതു. ഇന്ന് രാവിലെ പോകാൻ പറ്റിയില്ല. ഭയങ്കര ഈ ക്രൗഡ് കണ്ടില്ല. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്നാവട്ടെ. ദേവി എല്ലാരെയും പ്രസാദിക്കട്ടെ. പ്രസാദിക്കും. അത് 100%. അടുത്ത വർഷം നമുക്ക് ഇതുപോലെ ഇവിടെ കാണാൻ യോഗം ഉണ്ടാവും. അല്ല ഞാൻ എല്ലാ വർഷവും ഇവിടെ ഉണ്ടാവും. അപ്പൊ കൂടെ ഉണ്ടാവും. പതിവ് തെറ്റിക്കാതെ വീണ ചേച്ചിയും കൃഷ്ണ ചേച്ചിയും പൊങ്കാലയിടാൻ വന്നതിന്റെ അവരുടെ വിശേഷങ്ങളാണ് ന്യൂസ് 8നോട് പങ്കുവച്ചത്. സീരിയൽ നടിമാരായ വീണയുടെയും കൃഷ്ണയുടെയും വിശേഷങ്ങളാണ് ആതിര പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പൊങ്കാലയ്ക്കിടെ ഗുണ്ടാക്രമണം. ശ്രീകണ്ഠേശ്വരത്തുണ്ടായ ആക്രമണത്തിൽ ലുട്ടാപ്പി സതീഷ് എന്നയാൾക്കാണ് വെട്ടേറ്റത്. ബി അരുൺ ചേരുന്നു. അരുൺ, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ. ഏകദേശം അരമണിക്കൂർ മുമ്പാണ് ഒരു ആക്രമണം ഉണ്ടായത്. ശ്രീകണ്ഠേശ്വരത്ത് NSS കരയോഗ ഹാളിലാണ് ഒരു ആക്രമണം ഉണ്ടായത്. ലുട്ടാപ്പി സതീഷ് എന്നറിയപ്പെടുന്ന സതീഷിനാണ് വെട്ടേറ്റത്. ഇതിന് സമീപത്ത് പൊങ്കാല ഇടുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള ബോർഡുകളും ഫ്ലക്സുമൊക്കെ നമുക്ക് കാണാം. ഈ ഗേറ്റിനുള്ളിലാണ് ഈ ആക്രമണം നടന്നത്. ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണോ ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇയാൾക്ക് പ്രസ്ഥാനത്തെ പ്രമുഖ ഗുണ്ടാസംഘങ്ങളുമായി അടുത്ത് ബന്ധമുള്ളയാളാണ് ഈ സതീഷ് എന്നാണ് ലഭിക്കുന്ന വിവരം. അത്തരത്തിലുള്ള ഒരു തർക്കം പിന്നീട് സംഘർഷത്തിലേക്ക് മാറുകയായിരുന്നു. ഇന്നോവയിലെത്തിയ ഒരു സംഘം ഇയാളെ വെട്ടുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അവിടെ കസേരകൾ മറ്റും ഒഴിഞ്ഞു കിടക്കുന്നതും മറിഞ്ഞു കിടക്കുന്നതും കാണാം. ഈ പൊങ്കാല ഭക്തർക്ക് നൽകാൻ വച്ചിരുന്ന ആളുകൾക്ക് ഭക്ഷണവും അവിടെ
കാണാൻ കഴിയുന്നുണ്ട്. ഭക്ഷണ വിതരണം പുറത്തായിരുന്നാണ് അറിയുന്നത്. ഈ NSS ഹാളിലാണ് ഈ സംഘം, ഈ സതീഷും മറ്റും ഇരുന്നത്. അവിടേക്ക് ഒരു സംഘം പുറത്തുനിന്നെത്തി ആക്രമണം നടത്തി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ, മഞ്ജൂർ CA അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തലസ്ഥാനത്തെ പ്രധാന ഗുണ്ടാ സംഘങ്ങളുമായി നേരിട്ട് ബന്ധമുള്ളയാളാണ് ഈ സതീഷ് എന്ന് പറയുന്നു. അയാളുടെ സുഹൃത്തുക്കളാണ് ഇപ്പോൾ ഈ ഒരു അക്രമത്തിന് പിന്നിലെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഈ ഭാഗത്ത് നിന്നാണ് തകരപ്പറമ്പിലെ നിന്നുള്ള വഴിയിലൂടെയാണ് ഗുണ്ടാ സംഘം ഇവിടേക്ക് എത്തിയത്. ഇവിടെ നമുക്ക് തൊട്ടടുത്ത് കാണാം. ഇതിനെ പൊങ്കാല അർപ്പിക്കാൻ നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുള്ള സ്ഥലവുമാണ്. അതിനടുത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. സ്വാഭാവികമായും വളരെ പെട്ടെന്ന് പോലീസ് ഇവിടെ എത്തി. ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. ഗുരുതരമായ പരിക്ക് ഇയാൾക്ക് ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നാട്ടുകാരുമൊക്കെ ഉണ്ട്. എന്താ നടന്ന് കണ്ടായിരുന്നോ ആ സംഭവം? ബഹളം കേട്ട് നോക്കിയത്? ബഹളം കേട്ട് വന്നതേ ഉള്ളൂ, അല്ലാതെ അങ്ങ് അകത്താണ് ഇരുന്നത്. എത്ര സമയം ഏകദേശം? 1 മണിക്കൂറാവും. ഭക്ഷണ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഭക്ഷണമൊക്കെ വാങ്ങിച്ചത് ഞങ്ങൾ. ഇതിന് നേരെ എതിർവശത്താണ് ഈ NSS കരയോഗം ഹാള്. അതായത് ഒരു വശത്ത് പൊങ്കാല നടക്കുന്നതിന് തൊട്ടടുത്താണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായത്. എന്താണ് സംഭവം? കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പൊങ്കാലയ്ക്കിടയിൽ ഇത്തരമൊരു ഗുണ്ടാ ആക്രമണം ഉണ്ടായതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. നഗരത്തിലുടനീളം പോലീസിന്റെ സന്നാഹമുണ്ട്. ഇവിടെയും സമീപത്ത് തന്നെ പോലീസുണ്ട്. പക്ഷേ ഇവിടെ പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് അക്രമികൾ കടന്നു. ഈ വെട്ടുകൊണ്ടയാളെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. ഗുരുതരമായ പരിക്ക്, വലിയ രീതിയിലുള്ള ആക്രമണം സതീഷിനെതിരെ ഉണ്ടായി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാനത്ത് പൊങ്കാലയ്ക്കിടെ ഗുണ്ടാക്രമണം ഉണ്ടായിരിക്കുന്നു. ശ്രീകണ്ഠേശ്വരത്തുണ്ടായ ആക്രമണത്തിൽ ലുട്ടാപ്പി സതീഷ് എന്നയാൾക്കാണ് വെട്ടേറ്റിരിക്കുന്നത്. ഈ സതീഷിന് ഏറ്റവെട്ടത് വളരെ ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഈ സതീഷും കൂട്ടുകാരും തമ്മിലുള്ള ചില തർക്കമാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. പോലീസ് അടക്കമുള്ളവർ ഇപ്പോൾ അവിടെ എത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അരുൺ, എന്തായാലും ഈ ഭാഗത്ത് പൊങ്കാല അർപ്പിക്കാനടക്കം നിരവധി പേർ എത്തിയിരുന്നു. അത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടാണ്. അവർ ഈ കണ്ടുനിന്നവർ ആരെങ്കിലും എന്തെങ്കിലും പങ്കുവെക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ ലഭ്യമാണോ? അന്നദാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തുനിന്ന് ആൾക്കാർ ആയതോട്ട് വന്നതെന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ ദൃക്സാക്ഷിയല്ല, കേട്ട് കേൾവിയാണ്. അകത്തും ആൾക്കാരില്ലായിരുന്നു. ഇയാളുടെ കൂടെ ആൾ കൂടെ ഉണ്ടായിരുന്നു. ഇയാൾ ഇവിടുത്തുകാരനാണ്. ഈ സതീഷ് എന്നാണ് തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്. ഇപ്പോഴത്തെ SRAയുടെ പ്രസിഡന്റ് കൂടെയാണ്. റെസിഡൻസ് അസോസിയേഷന്റെ SRAയുടെ ഇവിടുത്തെ വാർഡിൻ ശ്രീകണ്ഠേശ്വരത്തെ അതിന്റെ പ്രസിഡന്റ് കൂടെയാണ്. ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടേ ഉള്ളൂ. ഇതൊക്കെ അന്നദാനമൊക്കെ ഈ അസോസിയേഷന്റെ അന്നദാനമായിരുന്നു? അല്ല, അന്നദാന അസോസിയേഷന്റെ അല്ല, കുറച്ച് ഈ അത് തന്നെ കിഴക്കേ നട പൗരസമിതി എല്ലാ പ്രാവശ്യവും നടത്താറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാരോടെല്ലാം അവിടെ ചേർന്നിട്ട് നടത്തിയ ഒരു സംരംഭമാണ്. അപ്പം പിന്നെ ഈ ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് സാധാരണ ഇങ്ങനെ കശപശ ഇങ്ങനെ അടിയൊന്നും ഉണ്ടാവാറില്ല. ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. കുറച്ച് വർഷങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവരും സഹകരിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമായിട്ടാണ് ഈ പൊങ്കാലയുടെ തർക്കമൊന്നുമില്ല. നേരത്തെ ഉള്ള എന്തെങ്കിലും വൈരാഗ്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കും, നമുക്കറിയില്ല എന്നാണ്. കൂടുതൽ ആളുകൾ തന്നെയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ സുഹൃത്തുക്കൾ പറയുന്നു. നേരത്തെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളാണെന്ന് പറയുന്നു. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല. ഇയാൾക്ക് എന്തെങ്കിലും വേറെ ഗുണ്ടാബന്ധം അങ്ങനെ എന്തെങ്കിലും ആളാണോ ഈ സതീഷ് എന്ന് പറയുന്ന? അങ്ങനെയുള്ള ഒന്നും അറിയില്ല. അങ്ങനെയുള്ളതായിട്ട് അറിയില്ല. ദൃക്സാക്ഷികൾ എന്ന് പറയാൻ ആരുമില്ല. പക്ഷെ ഇദ്ദേഹം ഈ കേട്ടറിവ് വെച്ച് പറഞ്ഞതാണ്. ഇന്നോവയിലെത്തിയ ഒരു സംഘമാണ് ഇവിടേക്ക് എത്തിയത് ആയുധങ്ങളുമായി. ഇന്നോവ ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നു? അല്ല, ഞാൻ ഇവിടെ പൊങ്കാലയിടാനായിട്ട് വന്നതാണ്. വൈഫിന്റെ കൂടെ വന്നതാണ്. അപ്പോൾ ഒരു ഇന്നോവ ഇവിടെ ഇങ്ങനെ ഒതുക്കി ഇവിടെ ഇട്ടേക്കുന്നത് കുറച്ചു നേരം ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയി. അതിന് ശേഷമാണ് സംഭവിച്ചത്. കൂടെ വന്ന ആള് തന്നെ ആയിരിക്കും, അറിയില്ല. ഇന്നോവ ഉണ്ടായിരുന്നു, അതിനകത്ത് ആളും ഉണ്ടായിരുന്നു. ആരൊക്കെ ഇല്ല. സിസ്റ്റം അവിടെ അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പൊങ്കാലയ്ക്കിടെ ഇത്തരത്തിലൊരു ഗുണ്ടാ ആക്രമണം തലസ്ഥാനത്തുണ്ടായിരിക്കുന്നു. ശ്രീകണ്ഠേശ്വരത്തുണ്ടായ ആക്രമണത്തിൽ ലുട്ടാപ്പി സതീഷ് എന്നയാൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഗുരുതരമായ പരിക്കാണ്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. പോലീസ് അടക്കം അവിടെ വന്ന് പരിശോധന നിലവിലൂടെ പുരോഗമിക്കുകയാണ്. തിരികെ പൊങ്കാല കാഴ്ചയിലേക്ക് തന്നെയാണ് മടങ്ങുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ പ്രസാദമൂട്ടിന് നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ആതിര തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ ആറ്റുകാൽ അമ്മയെ കാണുക, ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെ ഇവിടെ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷം
ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ ഭക്ഷണശാലയിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ക്ഷേത്രം വക ഒരുക്കിയിട്ടുള്ള ഭക്ഷണശാലയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ പരിസരത്ത് തന്നെയുള്ള കാർത്തിക ഓഡിറ്റോറിയമാണിത്. ഈ ഓഡിറ്റോറിയത്തിലാണ് വ്യത്യസ്തമായ വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ വലിയ നല്ലൊരു ഭക്ഷണം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്, പ്രസാദ ഊട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ കൂടെ ഉമേഷ് ചേട്ടനുണ്ട്, ഇവിടുത്തെ കൺവീനറാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്തൊക്കെ വിഭവങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇവിടെ ഭക്തജനങ്ങൾക്കായി നമ്മൾ ചോറ്, സാമ്പാർ, അവിയൽ, കിച്ചടി, അച്ചാറ്, പായസം മുതലായ സാധനങ്ങളാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒന്നാം ഉത്സവ ദിവസം മുതൽ തന്നെ ക്ഷേത്രം വക കാർത്തിക ഓഡിറ്റോറിയത്തിലും അംബ ഓഡിറ്റോറിയത്തിലും പ്രസാദൂട്ട് സദ്യ നടന്നു വരികയാണ്. 2023 പൊങ്കാല മഹോത്സവം വളരെ വിപുലമായ രീതിയിൽ തന്നെ ക്ഷേത്രം ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഭക്തജനങ്ങൾക്കായി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് ദിവസവും നമ്മുടെ ഭക്ഷണപ്പുരയിൽ നിന്നും ദേവിയുടെ പ്രസാദം കൈപ്പറ്റി തൃപ്തരായി മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അംബ ഓഡിറ്റോറിയത്തിൽ നിലവിൽ നമുക്ക് 1-ാം ഉത്സവ ദിവസം മുതൽ 7-ാം ഉത്സവ ദിവസം വരെയും, കാർത്തിക ഓഡിറ്റോറിയത്തിൽ 1-ാം ഉത്സവ ദിവസം മുതൽ 9-ാം ഉത്സവ ദിവസം വരെയാണ് പ്രസാദകൂട്ട് സദ്യ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദി. ഉമേഷാണ് കൺവീനർ നമ്മളോട് സംസാരിച്ചത്. ഈ ഭക്ഷണം ഒരുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ദൗത്യമാണ്. കാരണം ഒരാൾക്ക് കുറഞ്ഞാലോ അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഭക്ഷണം കിട്ടാതിരുന്നാലോ വലിയ സങ്കടമാണ്. പ്രസാദ ഊട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ വലിയ സങ്കടമാണ് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അവിയലുണ്ട്, അതുപോലെ തന്നെ ഒഴിച്ചുകൂട്ടാനുണ്ട്, സാമ്പാറുണ്ട്, മെഴുക്ക് പുരട്ടിയുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള എല്ലാ ഐറ്റംസും റെഡിയാണ്. ഒരു അമ്പലത്തിലെ ഭക്ഷണശാല, ഇത്രയും ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പരിപാടി അതിന്റെ ഭാഗമായിട്ട് അങ്ങ് ഒതുക്കിക്കളയാം എന്നൊന്നും സംഘാടകർ വിചാരിച്ചിട്ടില്ല. വളരെ വിപുലമായ രീതിയിൽ എല്ലാ ഭക്തർക്കും അവരുടെ ആഗ്രഹ സബലീകരണം എന്ന രീതിയിൽ തന്നെ ആറ്റുകാലമ്മയുടെ പ്രസാദ ഊട്ട് കഴിച്ചു പോകാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ ആറ്റുകാൽ ക്ഷേത്രം ഭാരവാഹികൾ. ഇവിടെ മാത്രമല്ല, ഈ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പ്രസാദമൂട്ടിനും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൊങ്കാല അർപ്പിച്ചവർ ഇപ്പോൾ നിവേദ്യത്തിന് തൊട്ടുമുമ്പായി അവിടെ ഭക്ഷണശാലയിലെത്തി ഭക്ഷണം കഴിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ആതിര പ്രേക്ഷകരിലേക്ക് എത്തിച്ചെന്തായാലും പൊങ്കാല നിവേദ്യത്തിന് ഇനി അരമണിക്കൂർ മാത്രമാണ് ശേഷിക്കുന്നത്. 2:30 പൊങ്കാല നിവേദ്യം. പൊങ്കാലയൊക്കെ അർപ്പിച്ച് അതിനായുള്ള കാത്തിരിപ്പിലാണ് ഭക്തർ. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. പൊങ്കാല വാർത്തകളിലേക്ക് തന്നെ വളരെ വേഗത്തിൽ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.